continuation of the first video, we were discussing about the cephalothoracic region. Cephalothoracic region മുമ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓരോ സെഗ്മെന്റിന്റെയും ടെർഗൈറ്റ്സ്. ടെർഗൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എന്നുവെച്ചാൽ ഓരോ സെഗ്മെന്റിനെയും പറയുന്ന കവറിങ്ങിനെ പറയുന്ന പേരാണ്, അതായത് സെഗ്മെന്റ്സിനെ പറയുന്ന പേരാണ് സ്ക്ലീറൈറ്റുകൾ എന്നാണ് പറയാം. അപ്പോൾ ഓരോ സെഗ്മെന്റിന്റെയും സ്ക്ലീറൈറ്റിന് ഓരോ പേര്. ദാറ്റ് ഇസ് വൺ ഓൺ ദ ഡോർസൽ സൈഡ്, ദാറ്റ് സ്ക്ലീറൈറ്റ് ഇസ് കോൾഡ് സ്റ്റേർഗം. വെൻട്രൽ സൈഡ് എന്ന് പറയുന്ന താഴ്ന്ന ഭാഗത്ത് കാണുന്ന സ്ക്ലീറൈറ്റിന് സ്റ്റേർണൈറ്റ് അല്ലെങ്കിൽ സ്റ്റേർണം എന്ന് പറയും. ഇത് ഈ ടെർഗം എന്ന് പറയുന്ന സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പ്ലൂറോണായിട്ട് അതിന് പറയപ്പെടുന്നു. ഈ പ്ലൂറോണും എബ്ഡോമിനൽ അപ്പൻഡേജും തമ്മിൽ ഇടയിലുള്ള ആ ഭാഗത്തിന് എപ്പിമെറോൺ എന്ന് പറയും. ഇതൊക്കെയാണ് എപ്പിമെറോണിന്റെ മാത്രമല്ല, ഞാൻ ഇവിടെ പറയാൻ അപ്പൻഡേജിന്റെ കുറച്ച് ഭാഗങ്ങൾ പറയാൻ ഇവിടെ. ദാറ്റ് ഈസ് ബേസൽ പാർട്ട് ഓഫ് ദ എബ്ഡോമിനൽ അപ്പൻഡേജ്. ഏതൊരു അപ്പൻഡേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ കാലുകളാണ്. അപ്പോൾ ആ അപ്പൻഡേജിന്റെ ഏറ്റവും ബേസൽ ബോഡി, ബേസൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ബോഡിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗം, അതിനെ കോക്സ എന്നാ പറയാം. അതിന്റെ ശേഷം അതിന്റെ ഭാഗത്തിന് ഒരു വേറെ സെഗ്മെന്റ് ഉണ്ട്, അതിനെ ബേസിസ് എന്ന് പറയും. അപ്പോൾ ദാറ്റ് പാർട്ട് ഓഫ് ദ that is appendage which is attached to the body is called the coxa, and next segment of the appendage is called basis, which lodge two structures called as exopodite and endopodite. ഇങ്ങനെ രണ്ട് സ്ട്രക്ചേഴ്സ് ഉള്ളത് കൊണ്ട് അതിനെ ബൈറാമസ് അപ്പൻഡേജ് എന്നാ പറയാം. ഇത് ഒരെണ്ണേ ഉള്ളൂ എങ്കിൽ അതിന് യൂണിറാമസ് അപ്പൻഡേജ് എന്ന് പറയും. പക്ഷെ പ്രോൺസിൽ മിക്ക അപ്പൻഡേജിലും രണ്ട് പോഡൈറ്റുകളുണ്ട്. ദാറ്റ് ഇസ് എക്സോ, ദാറ്റ് ഇസ് ഔട്ടർ, എൻഡോ വിച്ച് ഇസ് ഇൻവേർഡ് ആയിട്ടുള്ള എക്സോ ആൻഡ് എൻഡോ പോഡൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഭാഗമാണ് പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ സിഫാലോതൊറാസിക് റീജിയനിൽ കണ്ടോ ഈ പ്ലേറ്റ്സ് ഒക്കെ ഫ്യൂസ് ചെയ്തിട്ടൊരു സ്ട്രക്ചറായിട്ട് ഫോം ചെയ്യുന്നതിന് അതിനെ കാരപ്പേസ് എന്ന് പറഞ്ഞു. ആ കാരപ്പേസ് ഫ്രണ്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് റോസ്ട്രായിരുന്നു ഫോം ചെയ്യുന്നുണ്ട്. ആ റോസ്ട്രത്തിൽ കുറേ സ്പൈൻസ് കാണും. പലപ്പോഴും ഈ പ്രോൺസിൽ വല്ല ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവില്ല. ഇറ്റ് വിൽ ഹാവ് നോ സ്പൈൻസ് ലൈക്ക് ദിസ്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ന്യൂട്രിഷണൽ ഡെഫിഷ്യൻസി. അപ്പോൾ ഇങ്ങനെ സെറേറ്റഡ് ആയിട്ടുള്ള പോയിന്റഡ് റോസ്റ്ററാണ് അതിൻ്റെ ഒരു ഹെൽത്തി പ്രോണിൻ്റെ ഇതിൽ കാണപ്പെടുന്നത്. ആ റോസ്ട്രത്തിൻ്റെ താഴെയായിട്ട് സ്റ്റോക്ക്ഡ് ഐസ് കാണാം, വിച്ച് ഇസ് കോമ്പൗണ്ട് ഐസ്. കോമ്പൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് ഐ കാണുന്നതായിരിക്കും. ഈ ഡോസൽ പാർട്ട് ഓഫ് ദ കാരപ്പീസ് സൈഡിലേക്ക് ലാറ്ററലി വരുമ്പോൾ അത് തിന്നായിട്ടാണ് ഫോം ചെയ്യുക. കാരണം അതൊരു ഗിൽ കവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഗിൽസിന് ഒരു കവർ പോലെ ആക്ട് ചെയ്യുന്നതാണ്. അതിനെ ബ്രാങ്കിയോ സ്റ്റീഗൈറ്റ് എന്ന് പറയും. ബ്രാങ്കിയോ സ്റ്റീഗൈറ്റും അതിൻ്റെ ബോഡിയുമായിട്ടുള്ള ഇടയിലുള്ള സ്ഥലത്തിനെ ബ്രാങ്കിയൽ ചേംബർ. ബ്രാങ്കിയൽ ചേംബർ എന്ന് വെച്ചാൽ ഗിൽ ചേംബറാണ്, ഗില്ലിന് ഇരിക്കാനുള്ള ഒരു സ്ഥലം. ഗിൽ ചേംബർ എന്നും പറയും. അതിൻ്റെ ഉള്ളിലാണ് ഗില്ല് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഗില്ല് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് വെള്ളം ഫ്ലോ ചെയ്യുമ്പം അത്രയും തിക്നെസ് ഒന്നുമില്ല ഡോർസൽ കവറിങ്ങിന്, ബട്ട് ഇറ്റ് പ്രൊവൈഡ്സ് ആംപിൾ പ്രൊട്ടക്ഷൻ ആൻഡ് ഇറ്റ് ഓൾസോ അലൗസ് ദ വാട്ടർ ടു ഫ്ലോ ത്രൂ ഇറ്റ്, സോ ദർ ഇസ് ദ റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച്. അപ്പോൾ അതാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പേ ആയിട്ട് ഒരു കാര്യം കൂടി പറയാൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഫീമെയിൽസിൽ തൊറാസിക് റീജിയനിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു കുഴിഞ്ഞൊരു എന്താ പറയുക ഒരു ഭാഗമുണ്ട്, കപ്പ് ലൈക്ക് ഔട്ട് ഗ്രോത്ത്. ഇതൊരു കപ്പ് ലൈക്ക് ഔട്ട് ഗ്രോത്ത് ആണ്. അതിനെ പറയുന്നതാണ് തെലീക്കം. തെലീക്കം മീറ്റിങ്ങിൻ്റെ സമയത്ത് മെയിൽ പ്രോൺ, ദിസ് ഇസ് എ മെയിൽ പ്രോൺ ആൻഡ് എ ഫീമെയിൽ പ്രോൺ. അപ്പോൾ നമ്മളത് മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെ തിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ വെൻട്രൽ സൈഡ് നോക്കിക്കഴിഞ്ഞാലാണ് ഈ സ്ട്രക്ചേഴ്സ് കാണുക. അപ്പോൾ മെയിലിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്, ദാറ്റ് ഇസ് ഫസ്റ്റ് അബ്ഡോമിനൽ അപ്പൻഡേജ്. അത് ഫ്യൂസ് ചെയ്തിട്ട് ഒരു കോപ്പുലേറ്ററി ഓർഗനായിട്ട് ഫോം ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് പെറ്റാസ്മ. ഇതുവഴിയാണ് സ്പെർമാറ്റോഫോഴ്സ് മെയിലിൽ
ഫീമെയിലിൻ്റെ തെലീക്കത്തിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തെലീക്കം എന്ന് പറയുന്നത് ഫീമെയിലിൻ്റെ വെൻട്രൽ സൈഡിൽ ലാസ്റ്റ് തൊറാസിക് സെഗ്മെൻറ്റിൽ ഒരു കപ്പ് ലൈക്ക് ഔട്ട് ഗ്രോത്ത് ഉണ്ട്. അതിനെയാണ് തെലീക്കം എന്ന് പറയുന്നത്. ഇതിലാണ് ഇതിൽ കാണുന്നത്. So, during mating, male deposits spermatophores from the petasma into the telecum of the female. Okay, now coming to the different kinds of appendages. അതിൽ ഫസ്റ്റ് appendagesന്റെ കാര്യം പറയാം. The exoskeletal covering is segmented. Its segments are called sclerae. We had already mentioned that each body segment bears a pair of appendages. The spelling is wrong. APPENDAGES ആണ്. There are about 19 pairs of appendages, 5 pairs of cephalic, 8 pairs of thoracic, 6 pairs of abdominal appendages. Well, first we will study about the cephalic appendage. Okay. So, cephalic appendages are 5 pairs in number. They include paired antenule, antennae, mandible, first maxilla, second maxilla. Antenule and antennae are tactile structures. Mandibles are masticatory എന്ന് വെച്ചാൽ ഫുഡ് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് masticatory structures എന്ന് പറയുന്നത്. That is to cut the food into pieces. And the first and second maxillae helps in feeding. ആ ഫുഡ് ഉള്ളിലേക്ക് മൗത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഉള്ള സ്ട്രക്ചേഴ്സാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മാക്സില ചെയ്യുന്നത്. അതിനു മുമ്പേ കുറച്ച് കാര്യങ്ങൾ അപ്പൻഡേജസിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പൻഡേജസ് ഓഫ് പ്രോൺ ആർ സീരിയലി ഹോമോലോഗസ്. ദാറ്റ് ഈസ് സക്സസീവ്ലി അടുത്തടുത്തായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സക്സസീവ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സിൽ ഓരോരോ സെഗ്മെൻ്റായിട്ട് ഈ അപ്പൻഡേജസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൻഡേജസ് ആർ സെഗ്മെൻറ്റഡ് ആൻഡ് ബൈറാമസ്. ബൈറാമസ് എന്ന് പറയുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് 2 branches ഉണ്ട്. That is an outermost exopodite and an innermost endopodite. Okay. ഈ അപ്പൻഡേജസ് അറൈസ് ചെയ്യുന്ന ബേസൽ മോസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് പ്രോട്ടോപോഡൈറ്റ് ആണ്. ആ പ്രോട്ടോപോഡൈറ്റ് ആണ് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന എക്സോപോഡൈറ്റ് ആൻഡ് ഇന്നർ എൻഡോപോഡൈറ്റ് ആയിട്ട്. പ്രോട്ടോപോഡൈറ്റ് ഇസ് typically 2 segmented. പ്രോട്ടോപോഡൈറ്റ് എന്ന് പറയുന്നത് ആ സെഗ്മെന്റഡ് പോർഷനെയാണ് പ്രോട്ടോപോഡൈറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സോപോഡൈറ്റ് ഉണ്ട്, എൻഡോപോഡൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. 2 സെഗ്മെന്റ് അതിൻ്റെ പറയുന്നതാണ് കോക്സ ബേസിസ്. കോക്സയാണ് ബോഡിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ. ബേസിസ് ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഇതിൽ കണ്ടു. ഇത് പ്രോട്ടോപോഡൈറ്റ് ആണിത്. ഈ പ്രോട്ടോപോഡൈറ്റ് രണ്ടെണ്ണമായിട്ട് എൻഡോപോഡൈറ്റ് എക്സോപോഡൈറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ബേസൽ സെഗ്മെന്റ്സ് എന്ന് പറയുന്നത് ബോഡി വോളിനോട് അറ്റാച്ച് ചെയ്തിട്ട കോക്സ. മറ്റേത് ഇറ്റ് ഇസ് അവേ ഫ്രം ദ ബോഡി വോൾ. ദാറ്റ് ഇസ് കോൾഡ് ആസ് ബേസിസ്. എക്സോപോഡൈറ്റ് ഇസ് അൺസെഗ്മെന്റഡ്. ഈ എക്സോപോഡൈറ്റ് എന്ന് പറയുന്നത് അൺസെഗ്മെന്റഡ് ആയിരിക്കും. ഇനി വരുന്ന കുറേ തൊറാസിക് സെഗ്മെന്റിൽ എൻഡോപോഡൈറ്റ് 5 സെഗ്മെന്റോളം കാണുന്നതായിരിക്കും. അപ്പോൾ എൻഡോപോഡൈറ്റ് ഇസ് സെഗ്മെന്റഡ്. മിക്കതിലും സെഗ്മെന്റഡ് ആയിരിക്കും, ചിലതിൽ അൺസെഗ്മെന്റഡ് ആയിരിക്കും. സെഫാലിക് റീജിയനിൽ 2-3 എണ്ണത്തിൽ സെഗ്മെന്റഡ് ആണ്, മറ്റേതിലൊന്നും സെഗ്മെന്റഡ് അല്ല. എൻഡോപോഡൈറ്റ്. എക്സോപോഡൈറ്റ് ഇസ് ഓൾവേസ് അൺസെഗ്മെന്റഡ്. അപ്പോൾ ഹൗ ദിസ് ഇസ് ക്ലിയർ? ദിസ് ഇസ് പ്രോട്ടോപോഡൈറ്റ്. ഈ പ്രോട്ടോപോഡൈറ്റ് 2 എണ്ണമുള്ള എക്സോപോഡൈറ്റ് എൻഡോപോഡൈറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ബൈറാമസ് എന്ന് പറയും. ഇതല്ലാതെ 2 സെഗ്മെന്റ് ഉണ്ട്. ബോഡി വോളിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള കോക്സ. അതർ വൺ പ്രോട്ടോപോഡൈറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അല്ലെ എൻഡോപോഡൈറ്റ് എക്സോപോഡൈറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗം ബേസിസ്. എക്സോപോഡൈറ്റ് അൺസെഗ്മെന്റഡ് ആണ്. എൻഡോപോഡൈറ്റ് വിൽ ബി സെഗ്മെന്റഡ് ഇൻ സം അപ്പൻഡേജസ് ആൻഡ് നോട്ട് സെഗ്മെന്റഡ് ഇൻ അതർ അപ്പൻഡേജസ്. ഇനി coming to the cephalic appendages, there are 5 types of cephalic appendages. Antenule, antennae, they are tactile in nature. Tactile എന്ന് വെച്ചാൽ ടച്ച് സെൻസിറ്റീവ് ആണ്. അവർ ഈ പ്രോൺ പോകുന്ന വഴിയിൽ ഈ ആന്റിനെ വെച്ചിട്ട് ഫീൽ ചെയ്യും, ആന്റിന്യൂൾ വെച്ചിട്ട് ഫീൽ ചെയ്യും. ഫീലേഴ്സ് ആണത്. ഇറ്റ് വിൽ സെൻസ് the ground, the food, etc.
Antennules and antennae are tactile structures. Mandibles are masticatory for cutting the food into pieces, and first and second maxilla helps us serving as feeding jaws. Antennule. Antennule is also called as first antennae. This is antennule. Okay. So antennule is called as the first antennae. It's the first pair of cephalic appendage. Each of them consists of a protopodite and two flagellar processes. ഇതാണ് ഈ കോക്സ ബേസിസ് ഒക്കെ കൂടിയിട്ടുള്ളതാണ് പ്രോട്ടോപോഡൈറ്റ് എന്ന് പറയുന്നത്. ആ പ്രോട്ടോപോഡൈറ്റിലാണ് ഈ എക്സോപോഡൈറ്റും എൻഡോപോഡൈറ്റും ഉള്ളത്. അപ്പോൾ ഈ ആന്റിന്യൂൾ എന്ന് പറയുന്നതാണ് ഏറ്റവും ആദ്യത്തെ സിഫാലിക് അപ്പൻഡേജ് എന്ന് പറയുന്നത്. അതിൽ പ്രോട്ടോപോഡൈറ്റ് ഉണ്ട്. പ്രോട്ടോപോഡൈറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 സ്ട്രക്ചേഴ്സ് ഹിയർ. ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു പ്രീ കോക്സ ഉണ്ട് ഇവിടെ. കോക്സ ഉണ്ട്, ബേസസ് ഉണ്ട്. പ്രീ കോക്സയിൽ there is a cavity, okay, a concavity which is അവിടെയാണ് നമ്മളുടെ കോമ്പൗണ്ട് ഐസ് റെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു ബാലൻസിങ് ഓർഗൻ ഉണ്ട്, സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ഫ്ലജല്ലാർ പ്രോസസ്സസ് ഉണ്ട്, ലോങ് ഫ്ലജല്ലാർ പ്രോസസ്സസ്. നമ്മൾ പ്രോൺസ് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ വലിയ നാര് പോലെ നീണ്ടു കിടക്കുന്ന ഫ്ലജല്ല കാണാം. They are not truly exopodite or endopodite. ഇത് എക്സോപോഡൈറ്റ് ആണോ എൻഡോപോഡൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതല്ല. They are tactile organs. Feelers എന്ന് പറയും. ഫീലേഴ്സ് എന്നും അതിന് വേറൊരു പേരുണ്ട്. അപ്പോൾ this is okay. There is 3 segments. Precoxa, coxa and basis. Precoxയിൽ concavity for the eye and സ്റ്റാറ്റോസിസ്റ്റിന് ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. കോക്സിന്റെ ബേസിസിന്റെ എക്സോപോഡൈറ്റ് എൻഡോപോഡൈറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ബട്ട് ദർ ആർ ഫ്ലജല്ലാർ പ്രോസസ്സസ് കോൾഡ് ഫീലേഴ്സ് ഹിയർ. അടുത്തതായിട്ട് ആന്റിനയാണ്. ആന്റിന ഇസ് സെക്കൻഡ് ആന്റിന. സെക്കൻഡ് പെയർ ഓഫ് സിഫാലിക് അപ്പൻഡേജസ് ആണ് ആന്റിന. ഈച്ച് ഓഫ് ദം ഹാവ് 2 സെഗ്മെന്റ്. ഇവിടെ 2 സെഗ്മെന്റ് തന്നെയുള്ളൂ പ്രോട്ടോപോഡൈറ്റിന്. കോക്സ ബേസിസ്. ഓക്കെ, കോക്സ ബേസിസ് മാത്രമേ ഉള്ളൂ. ഈ കോക്സയില് എക്സ്ക്രീറ്ററി ഓർഗൻ ഉണ്ട്. കോക്സയാണ് എക്സ്ക്രീറ്ററി ഓർഗൻ ക്യാരി ചെയ്യുന്നത്. ഇഫ് യു റിമെമ്പർ ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഫോർ പ്രോൺസ് ഇസ് ഗ്രീൻ ഗ്ലാൻഡ്. ഗ്രീൻ ഗ്ലാൻഡ് എന്നാണ് അതിന് പറയുക. അത് ആന്റിനയിൽ കാണുന്നതുകൊണ്ട് അതിനെ ആന്റിനറി ഗ്ലാൻഡ് എന്നും പറയും. ബേസിസ് പെയർസ് എക്സോപോഡൈറ്റ് വിച്ച് ഇസ് ക്വൈറ്റ് ഫ്ലാറ്റ്. കണ്ടോ, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു എക്സോപോഡൈറ്റ് ഉണ്ട്. വളരെ നീണ്ടു കിടക്കുന്ന ഒരു ഫിലമെന്റാർ ആയിട്ടുള്ള ഫീലർ എൻഡോപോഡൈറ്റും ഉണ്ട്. ഇവിടെയാണ് ഫീലേഴ്സ് എന്ന് പറയുന്ന കറക്റ്റായിട്ട് ഫീലർ എന്ന് പറയുന്ന എൻഡോപോഡൈറ്റ് ഉള്ളത്. എക്സോപോഡൈറ്റ് ഇസ് കോൾഡ് സ്ക്വാമ. സ്ക്വാമേ കണ്ടോ, സ്ക്വാമേ ഫിലമെന്റാർ സ്ട്രക്ചർ കോൾഡ് ഫീലർ. Endopodyte. Endopodyte has 3 basal segments and multi-jointed filamentous process. It is a tactile organ. അടുത്തതായിട്ട് മാൻഡിബിൾസ് ആണ്. മാൻഡിബിൾസിന്റെ വേറൊരു പിക്ചർ കാണിച്ചു തരാം. ദിസ് ഇസ് മാൻഡിബിൾ. മാൻഡിബിൾ ഹാസ് ഇറ്റ് ഇസ് യൂണിറാമസ് അപ്പൻഡേജ് എന്ന് വെച്ചാൽ എക്സോപോഡൈറ്റ് എൻഡോപോഡൈറ്റ് ഇതിൽ കാണില്ല, ഒറ്റ ഇതേ ഉള്ളൂ. മാൻഡിബിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർ കട്ടിംഗ് ദ ഫുഡ് ഇൻ ടു സ്മോൾ പീസസ്. ഇറ്റ് ലൈസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ മൗത്ത്. ഈച്ച് mandible has 2 calcified base. ഈ calcified base ആണ് ഇതിൽ കാണിക്കുന്നത്. and 2 jointed palp. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ സ്ട്രക്ചർ ആണ് ഇതിൽ കാണുന്നത്. and it has neither exopodite or endopodite. It's a masticatory organ for cutting and grinding food. അടുത്തത് ഫസ്റ്റ് മാക്സിലയാണ്. ഫസ്റ്റ് മാക്സില is small, thin, leaf like, uniramous again. അതിലും ഈ പറയുന്ന 2 ഡിവിഷൻസ് ഒന്നുമില്ല. There is only non-segmented leaf-like endopodite. ഇത് മാത്രമേ ഉള്ളൂ, എൻഡോപോഡൈറ്റ് മാത്രമേ ഉള്ളൂ. കോക്സയുടെ ബേസിസ് ഉണ്ട്, അതാണ് പ്രോട്ടോപോഡൈറ്റിന്റെ ഭാഗമായിട്ട്. പ്രോട്ടോപോഡൈറ്റ് ആണ് കോക്സ ബേസിസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ പ്രോട്ടോപോഡൈറ്റ് ഇസ് ഫ്ലാറ്റ് ആൻഡ് ഹാസ് എ ലോബുലാർ കോക്സ ബേസിസ്. The first maxilla on the 2 sides project inward and act as jaws. Okay, they are also called as nathobases. Nathos എന്ന് വെച്ചാൽ ജോ എന്നാണ്. അത് ഫുഡിനെ ഉള്ളിലേക്ക് പുഷ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓർഗനാണ് ഈ ഫസ്റ്റ് മാക്സില എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രോട്ടോപോഡൈറ്റിന്റെ കോക്സ ബേസിസ് ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ്, ലോബുലാർ ആയിട്ടുള്ളതാണ്. ഒരു ഫ്ലാറ്റ് ലീഫ് ലൈക്ക് എൻഡോപോഡൈറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ യൂണിറാമസ് എന്ന് പറയും. ഇത് യൂണിറാമസ് ആണ്, ഇത് യൂണിറാമസ് ആണ്.
ഈ ഭാഗം മാൻഡിബിളിന്റെ വളരെ തിക്ക് ആൻഡ് കാൽസിഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഈ ഫുഡ്